Hello, good morning. Today we are going through the second chapter, Potential and Capacitance, and this is not a full class, it's a quick revision for the forthcoming board examination. Deleted portions ഒഴിവാക്കി ഇമ്പോർട്ടൻറ്റ് പോർഷൻസിന് കൂടുതൽ സ്ട്രെസ് കൊടുത്ത് ക്വിക്കായിട്ട് നമ്മൾ നടക്കുന്ന ഒരു റിവിഷനാണ് ബേസ്ഡ് ഓൺ യുവർ ടെക്സ്റ്റ് ബുക്ക്. പരീക്ഷകളുടെ എല്ലാ ഭാഗങ്ങളും ഇതിലുണ്ട്. NCERT ഒഴിവാക്കിയ ഭാഗങ്ങൾ ബോർഡ് എക്സാം CBSE ബോർഡ് ഒഴിവാക്കിയ ഭാഗങ്ങൾ ഒഴിവാക്കുന്നുണ്ട്. സ്റ്റേറ്റ് ബോർഡിൻ്റെ ഫോക്കസ് ഏരിയയാണ്. അത് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഓരോ ഭാഗത്ത് പറഞ്ഞു തരും ഏതാണ് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ഫോക്കസ് ഏരിയ. അത് കൂടുതൽ നന്നായി പഠിക്കണം. ഇനി കപ്പാസിറ്റൻസ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഫസ്റ്റ് ചാപ്റ്റർ ഫീൽഡ്, അതിൻ്റെ തുടർച്ചയാണ് രണ്ടാമത്തെ ചാപ്റ്റർ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ സെക്കൻഡ് ചാപ്റ്ററായ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് പൊട്ടൻഷ്യലിനെ കുറിച്ചും മറ്റൊന്ന് കപ്പാസിറ്റൻസിനെ കുറിച്ചും. ഓക്കെ, ലെറ്റ് us സ്റ്റാർട്ട് വിത്ത് ഇറ്റ്. ആദ്യത്തെ കൺസെപ്റ്റ് എന്താണ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഒരു ചാർജ് നമ്മുടെ കയ്യിലുണ്ടെന്ന് കരുതുക. ഞാൻ ഇവിടെയായിട്ട് ഒരു ചാർജിനെ കൊണ്ടുവച്ചു. ഒരു ചാർജ് പ്ലസ് ക്യൂ. ഈ ചാർജ് വെച്ച ഉടനെ തന്നെ ഇതിന് ചുറ്റും ഒരു സ്ഥലത്ത് ചുറ്റും കുറേയധികം വ്യത്യാസങ്ങൾ വരുന്നു. അവിടെയൊക്കെ ഫോഴ്സ് ലൈൻസ് ഉണ്ടാകുന്നു, ഫീൽഡ് ഉണ്ടാകുന്നു. അവിടെ വരുന്ന കൊച്ചു കൊച്ചു ചാർജുകൾ ഇയാൾ പിടിച്ചു വലിക്കുന്നു. അങ്ങനെയുള്ള കുറേ ഇഫക്റ്റുകൾ അതിൻ്റെ ചുറ്റുമുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നു, ഇവിടെ നമ്മളൊരു പോയിൻ്റ് എടുത്താൽ ആ പോയിൻ്റിൽ ഇയാൾക്ക് കുറച്ച് ഇൻഫ്ലുവൻസ് ഉണ്ട്. ആ പോയിന്റിൽ ഇയാൾക്ക് കുറച്ച് ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ വെക്കുന്ന ഒരാളെ ഇയാൾ ഒന്നിൽ പിടിച്ചു വലിക്കും, അല്ലെങ്കിൽ തട്ടിത്തെറിപ്പിക്കും. പ്ലസ് ആണെങ്കിൽ തട്ടിത്തെറിപ്പിക്കും. നമ്മൾ പറയില്ലേ, ഒരു പട്ടിക്ക് മറ്റൊരു പട്ടീനെ കണ്ടുകൂടാന്ന് പറഞ്ഞ പോലെയാണ്. പ്ലസ് വെച്ചാൽ അപ്പം തെറിപ്പിക്കും, മൈനസ് വെച്ചാൽ അതിനെ പതുക്കെ ഇങ്ങോട്ട് പിടിച്ചു വലിക്കും. ദാറ്റ് മീൻസ് ദി ചാർജ് അറ്റ് ദിസ് പോയിന്റ് ഹാവ് സം ഇൻഫ്ലുവൻസ് അറ്റ് ദിസ് പോയിന്റ്. അത് പ്രത്യേകം ആ ഇൻഫ്ലുവൻസിന് പ്രത്യേകമായി നമ്മൾ കൊടുക്കുന്ന ഒരു ടെക്നിക്കൽ ടേമാണ് പൊട്ടൻഷ്യൽ. That means this charge will create a potential at this point. ഈ ചാർജ് ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാക്കും. ആ പൊട്ടൻഷ്യൽ കാരണം ഇവിടെ വന്നിരിക്കുന്ന പുതിയ ചാർജുകൾക്ക് എന്തെങ്കിലും സംഭവിക്കും. This is the concept of potential. Due to the influence of this charge, this point creates a special effect called potential, and due to potential, it will attract or repel a charge at that point. അപ്പോൾ എങ്ങനെയാണ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്തെടുക്കുക? പൊട്ടൻഷ്യൽ മെഷർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അതെങ്ങനെ അളന്നെടുക്കാം? എത്ര ശക്തിയുണ്ട് അവിടെ? ഇയാൾക്ക് ഈ ഒരു പോയിന്റിൽ എത്ര ശക്തിയുണ്ട്? നമ്മുടെ ഇലക്ഷൻ പറയില്ലേ, നമ്മുടെ വോട്ട് ബാങ്കാണ്, നമ്മുടെ കോട്ടയാണെന്ന് പറയില്ലേ, അല്ലെങ്കിൽ അത് നമ്മുടെ ഏരിയ എന്ന് പറയില്ലേ. ചില ദിവസങ്ങൾ പറയും, അവിടെ കുഴപ്പമില്ല, അതൊക്കെ എൻ്റെ കൈവശമുള്ള ഏരിയ ആണ്. ഇയാൾക്ക് ഇവിടെ എത്ര ഇൻഫ്ലുവൻസ് ഉണ്ട്? ആ ഇൻഫ്ലുവൻസിനെ സൂചിപ്പിക്കാനായിട്ട് നമ്മളൊരു മെഷർമെൻറ്റ് നടത്തും. അതിന് നമ്മൾ പറയുന്നു പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യലിൻ്റെ സിമ്പിൾ V ഈക്വൽസ് വർക്ക് ഡിവൈഡഡ് ബൈ ചാർജ്. ഇതാണ് അതിൻ്റെ ഫോർമുല. പൊട്ടൻഷ്യൽ ഈക്വൽസ് വർക്ക് ഡിവൈഡഡ് ബൈ ചാർജ്. പൊട്ടൻഷ്യൽ എന്താണെന്ന് പഠിച്ചു. ഇനി പൊട്ടൻഷ്യൽ ഇത് പഠിക്കുന്നതിന് മുന്നേ പൊട്ടൻഷ്യൽ ഡെഫിനിഷൻ. ഇവിടെ ഇരിക്കുന്ന ഒരു +1 ചാർജിന്മേൽ ഇയാൾ കൊടുക്കുന്ന +1 ചാർജിനെ, ഒരു +1 ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഇവിടം വരെ കൊണ്ടുവരാനായിട്ട് ചെയ്യുന്ന വർക്കിനെയാണ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ ഈസ് ഡിഫൈൻഡ് ആസ് ദി വർക്ക് ഡൺ ഇൻ ടേക്കിംഗ് എ യൂണിറ്റ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദിസ് പോയിന്റ്. ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു +1 ഞാൻ ഇങ്ങനെ തള്ളി ഇങ്ങോട്ട് കൊണ്ടുവരിക. ചിലപ്പോൾ ഇയാൾ പിടിച്ചു വലിക്കും, ചിലപ്പോൾ ഇയാൾ പുറത്തേക്ക് തള്ളും. പക്ഷേ ഞാൻ ശക്തമായി കൊണ്ടുവന്ന് ഇവിടെ വെക്കാൻ എനിക്ക് എത്ര ജോലി ചെയ്യേണ്ടി വരുന്നു? അതിനെയാണ് പൊട്ടൻഷ്യൽ എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പൊട്ടൻഷ്യൽ ഈസ് ദി വർക്ക് ഡൺ ഇൻ മൂവിങ് എ ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിന്റ്. ഓക്കെ, സിംഗിൾ ചാർജ് കിട്ടിയില്ലെങ്കിൽ 10 ചാർജ് കൊണ്ടുവന്നോളൂ. 10 ചാർജ് ഇവിടെ വരെ കൊണ്ടുവരാൻ ചെയ്യേണ്ട ജോലി കിട്ടിയാൽ ഒരു ചാർജിൻ്റെ വില നമുക്ക് കണ്ടുപിടിച്ചൂടെ? അപ്പോൾ നമ്മൾ പറയുന്നു പൊട്ടൻഷ്യൽ ഈക്വൽസ് മൊത്തം ചാർജിനെ അവിടെ കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടതായ വർക്ക് ഡിവൈഡഡ് ബൈ എത്ര ചാർജ് ഉണ്ട്.
മനസ്സിലായോ? നിങ്ങളൊരു 10 കൊളൂമ്പിനെ ഇവിടെ വരെ കൊണ്ടുവന്ന് വെച്ചു, നിങ്ങൾക്ക് 20 ജൂൾ വർക്ക് ചെയ്യേണ്ടി വന്നു. ദെൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? നിങ്ങൾ ചെയ്ത വർക്ക് ഡിവൈഡഡ് ബൈ നിങ്ങൾ കൊണ്ടുവന്ന ചാർജ്. സോ പൊട്ടൻഷ്യൽ ഈക്വൽസ് വർക്ക് ബൈ ചാർജ്. ഇതിൻ്റെ യൂണിറ്റ് എന്ത് വരും? വർക്കിൻ്റെ യൂണിറ്റ് ജൂൾ, ചാർജിൻ്റെ യൂണിറ്റ് കൊളൂംബ്. സോ ജൂൾ പെർ കൊളൂംബ്. ഒറ്റ വാക്കിൽ ഇതിനെ വോൾട്ട് എന്ന് വിളിക്കുന്നു. വോൾട്ട്. വോൾട്ട് ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണ്. അയാളുടെ ഓർമ്മയ്ക്കായിട്ട് പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റ് വോൾട്ട് എന്നിടുന്നു. അപ്പോൾ ജൂൾ പെർ കൊളൂംബ് ആകാം, വോൾട്ട് ആകാം. ഓക്കെ, ഇനി നമുക്ക് പൊട്ടൻഷ്യലിനെ കുറച്ചുകൂടി ഭംഗിയുള്ള മറ്റൊരു ഫോർമുല കണ്ടുപിടിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫോർമുല ഫോർ ദി പൊട്ടൻഷ്യൽ ഇൻ ടേംസ് ഓഫ് ഫീൽഡ്. അല്ലെങ്കിൽ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിൽ എന്താണ് ബന്ധം? ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള ബന്ധം എന്താണ്? ദാറ്റ് ഈസ് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. പ്രധാനപ്പെട്ട മാത്രമേ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇനിയൊന്നും വിട്ടുകളയരുത്. വിട്ടുകളയാമെന്ന് ഞാൻ പറയാം, പറ്റില്ലെങ്കിൽ വിടാൻ പറഞ്ഞോളാം. പൊട്ടൻഷ്യൽ ഈക്വൽസ് വർക്ക് ബൈ ചാർജ് അല്ലേ? മാത്തമെറ്റിക്കൽ ലാംഗ്വേജിൽ എഴുതി കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഈക്വൽസ് dW by Q. dW by Q. പൊട്ടൻഷ്യൽ ഈക്വൽസ് വർക്ക് ബൈ ചാർജ്. പക്ഷേ വർക്കിന് ഒരു ഫോർമുല ഉണ്ടല്ലോ. വർക്ക് ഈക്വൽസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. അപ്പം നമ്മൾ എഴുതുന്നു വർക്ക് ഈക്വൽസ്, ഇവിടെ എഴുതിയാലും മതി, വർക്ക് ഈക്വൽസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ദി ചാർജ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ചാർജ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ഈസ് ഫീൽഡ്. ഫീൽഡ് ഇൻറ്റു ഫോഴ്സ് ബൈ ചാർജ് ഇസ് കോൾഡ് ഫീൽഡ്. ഫീൽഡ് ഡിവൈഡഡ് ബൈ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. പൊട്ടൻഷ്യലിൻ്റെ മറ്റൊരു ഫോർമുല കിട്ടുന്നു. പൊട്ടൻഷ്യൽ ഈക്വൽസ് ഫീൽഡ് ഇൻറ്റു ഡിസ്റ്റൻസ്. കാൽക്കുലസ് ലാംഗ്വേജിൽ എഴുതുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഈക്വൽസ് ഇൻ്റഗ്രൽ ഫീൽഡിൻ്റെ സിമ്പിൾ ഇ ഡോട്ട് ഡി എസ് എന്ന് എഴുതും. പൊട്ടൻഷ്യൽ ഈക്വൽസ് ഇ ഡോട്ട് ഡി എസ്. ഇൻ്റഗ്രൽ എവിടെ നിന്നിട്ട് എവിടം വരെയാണ്? ബോഡിയെ നമ്മൾ എവിടെ നിന്ന് എവിടേക്ക് കൊണ്ടുവന്നു? ബോഡിയെ നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്ന് പി എന്ന് പറയുന്ന പോയിന്റ് വരെ കൊണ്ടുവരുന്നു. ഇൻഫിനിറ്റിയിൽ നിന്ന് പി എന്ന് പറയുന്ന സ്ഥലം വരെ. അതായത് ഇവിടെ നമ്മൾ 20 കൊളൂംബ് വെച്ചു. ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്ര? പൊട്ടൻഷ്യൽ ആർക്കാൻ എന്ത് ചെയ്തു? ഒരാളെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഇവിടം വരെ കൊണ്ടുവന്നു. ഇതിനെയാണ് നമ്മൾ പി എന്ന് വിളിച്ചത്. ആ സ്ഥലം വരെ കൊണ്ടുവരുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഈ ദൂരം നിങ്ങൾക്കറിയാമെങ്കിൽ, ഈ ദൂരം നിങ്ങൾക്ക് എക്സ് എന്നറിയാമെങ്കിൽ, സാറിന് 6 എന്നാണ് എഴുതാറ്, 6 എന്നറിയാമെങ്കിൽ ഇൻഫിനിറ്റിയിൽ നിന്ന് 6 വരെ, ഇൻഫിനിറ്റിയിൽ നിന്ന് 6 വരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ അളക്കാം. ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോൾ ഇൻ്റഗ്രേഷൻ ഒന്നും വേണ്ടി വരില്ല. ഫീൽഡ് തരും, ഡിസ്പ്ലേസ്മെൻറ്റ് തരും, ഡിസ്റ്റൻസ് തരും, മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, മനസ്സിലായോ? രണ്ടാമത്തെ ചോദ്യം. ഓക്കെ, നൗ കം ടു ദി തേർഡ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വാട്ട് ഈസ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ്? മറ്റൊരു വാക്ക് പഠിക്കുന്നു, പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പി ഡി എന്ന് എഴുതും. ഇതിൻ്റെ എക്സ്പാൻഷൻ എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2 പോയിൻ്റാണ്. 2 പോയിന്റുകൾ തമ്മിലെ ഉള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം. ഇയാളുടെ പൊട്ടൻഷ്യൽ അളക്കുക, ഇയാളുടെ പൊട്ടൻഷ്യൽ അളക്കുക. ഇവർ തമ്മിലുള്ള വ്യത്യാസം വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ദി ഡിഫറൻസ് ഓഫ് ദി പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ദി ഡിഫറൻസ് ഓഫ് ദി പൊട്ടൻഷ്യൽ. ഇവിടുത്തെ പൊട്ടൻഷ്യൽ 10 വോൾട്ട്, ഇവിടുത്തെ പൊട്ടൻഷ്യൽ 20 വോൾട്ട്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? 20 മൈനസ് 10, 10 വോൾട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? അടുത്ത ചോദ്യം, ഡിഫൈൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഹൗ ടു കാൽക്കുലേറ്റ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ്? അടുപ്പോൾ പറഞ്ഞത് ഹൗ ടു കാൽക്കുലേറ്റ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ദി ഡിഫറൻസ് ഇൻ ദി പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ദി ഡിഫറൻസ് ഇൻ ദി പൊട്ടൻഷ്യൽ. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഒരു ബോഡിയെ, ഈ 2 പോയിന്റ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബോഡിയെ ഇവിടെ നിന്ന് യൂണിറ്റ് ചാർജിനെ ഇവിടം വരെ കൊണ്ടുവരാനുള്ള വർക്ക്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ദി വർക്ക് ഡൺ in moving a charge from one point to another. Potential difference is the work done in moving a charge from one point to another. അപ്പോൾ നേരത്തെ എഴുതിയ ഫോർമുലയിൽ ഒരു വ്യത്യാസം വരും. V equals integral E dot ds എന്ന് എഴുതി
ഇൻഫിനിറ്റി മുതൽ പി വരെ. ദിസ് ഈസ് ദി പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആകുമ്പോഴോ ഇത് തന്നെ ഇ ഡോട്ട് ഡി എസ്. പക്ഷേ ബോഡിയെ കൊണ്ടുവരുന്നത് എവിടെ നിന്നാണ്? ഇൻഫിനിറ്റി നിന്ന് ഇവിടേക്കല്ല, പിയിൽ നിന്ന് ക്യൂവിലേക്ക്, ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക്, പിയിൽ നിന്ന് ക്യൂവിലേക്ക് കൊണ്ടുവരുന്നു. ദിസ് ഈസ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, ചോദ്യം മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ നമ്മൾ വർക്കിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു സ്ഥലത്തെ പൊട്ടൻഷ്യൽ കിട്ടിയാൽ എങ്ങനെയാണ് വർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക? അതിന് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. പൊട്ടൻഷ്യൽ ഈക്വൽസ് വർക്ക് ഡിവൈഡഡ് ബൈ ചാർജ്. അപ്പോൾ വർക്ക് ഈക്വൽസ് പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ്. വർക്ക് ഈക്വൽസ് പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ് അല്ലേ? ഇപ്പോൾ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. വർക്കാണ് എനർജി. അപ്പോൾ എനർജിയോ, എനർജി ഈക്വൽസ് പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ്. ഈ എനർജിയെ നമ്മൾ പൊട്ടൻഷ്യൽ കാരണമുണ്ടായ എനർജീനെ പൊട്ടൻഷ്യൽ എനർജി എന്ന് വിളിക്കും. അപ്പോൾ അടുത്ത ചോദ്യം പഠിക്കുന്നു. ഒരു സ്ഥലത്തെ ചാർജ് തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫീൽഡ് തന്നു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? പൊട്ടൻഷ്യൽ എനർജി ഈക്വൽസ് പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ്. പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ് പഠിച്ചോ? പൊട്ടൻഷ്യൽ എനർജി ഇസ് ദി വർക്ക്, വർക്ക് ഇസ് ദി പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ്. അതിനെ വേണമെങ്കിൽ അതിനെ നേരത്തെ അതുപോലെ പരീക്ഷയ്ക്ക് വൺ വേർഡിൽ ചോദിക്കുകയാണ്, കാൽക്കുലസിൻ്റെ ഭാഷയിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽസ് പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ്. ഇൻ്റഗ്രേറ്റ് ചെയ്യാം. പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ്. മനസ്സിലായോ? പൊട്ടൻഷ്യൽ എനർജി ഇസ് ദി ഇൻ്റഗ്രൽ പൊട്ടൻഷ്യൽ. ഇതേ സാധനം തന്നെയാണ് നമ്മൾ ഇവിടെ എഴുതുമ്പോൾ ഒരു ഇൻ്റഗ്രേഷൻ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഡിഫറൻസിയേഷൻ ഇട്ട് കൊടുക്കുക. അത് ഏതാണെന്ന് കൃത്യം പഠിക്കണമെന്ന് മാത്രം. ഓക്കെ, മനസ്സിലായോ? ആ ചോദ്യം കഴിഞ്ഞു. അടുത്തത് പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം, ഡെറിവേഷനായിട്ട് ചോദിക്കുന്നതാണ്. സ്റ്റേറ്റ് ബോർഡിൻ്റെ ഫോക്കസ് ഏരിയയിലുള്ളതാണ്. CBSE ബോർഡിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിലുള്ളതാണ്. യെസ്, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. ഒരു പോയിന്റ് ചാർജ് തന്നു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് Q എന്ന് പേരായ ഒരു ചാർജ് ഇരിക്കുന്നു. ഇയാൾ കുറച്ച് അകലെയുള്ള P എന്ന സ്ഥലത്ത് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എത്ര? പൊട്ടൻഷ്യൽ ക്രിയേറ്റഡ് ബൈ എ പോയിന്റ് ചാർജ് at a particular distance. ഈ ഡിസ്റ്റൻസ് സേ R. എങ്ങനെയാണ് പൊട്ടൻഷ്യൽ കാണാൻ നമ്മൾ പഠിച്ചത്? പൊട്ടൻഷ്യൽ ഇസ് ദി വർക്ക് ഡൺ ആൻഡ് മൂവിങ് എ യൂണിറ്റ് ചാർജ് ടു ദാറ്റ് പ്ലേസ് ഫ്രം ഇൻഫിനിറ്റി. ഇപ്പോൾ ഇൻഫിനിറ്റിയിൽ നിന്ന് ഇവിടേക്ക് ഒരു +1 കുളൂമ്പ് കൊണ്ടുവരിക. അതിന് ചെയ്ത വർക്ക് എത്രയാണെന്ന് നോക്കുക. അതാണ് പൊട്ടൻഷ്യൽ. വർക്ക് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. വർക്ക് ഈക്വൽസ് ഇൻ്റഗ്രൽ E dot dr. Integral E dot dr, which is equal to integral E means field, E dr cos theta. Theta എന്താണ്? Theta is the direction between E, field and movement. ഫീൽഡ് എങ്ങോട്ടാ? ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഫീൽഡ്. മൂവ് ചെയ്യുന്നതാണ് ഇൻഫിനിറ്റിയിൽ നിന്ന് ഇങ്ങോട്ടാണ്. സോ ദ ആംഗിൾ ഇസ് 180 degree. So we will write as integral E dr cos 180, which is equal to integral negative E dr. Integral negative E dr. ഇവിടെ നിന്ന് എവിടേക്ക്? ഇൻഫിനിറ്റിയിൽ നിന്ന് R വരെ കൊണ്ടുവരണം. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് ഇക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലെ കണ്ടുവച്ചിട്ടുണ്ട്. ഒരു ചാർജ് കുറച്ച് അകലെയുള്ള സ്ഥലത്ത് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഗിവൺ ബൈ 1/4πε0 Q/r². അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ഈക്വൽസ് ഇൻ്റഗ്രൽ negative 1/4πε0 into Q/r² dr. കോൺസ്റ്റന്റുകളൊക്കെ പുറത്തെടുക്കുക. 1/4πε0 negative 1/4πε0 into Q കോൺസ്റ്റൻസ് ആണ്. ബാക്കിയുള്ളത് ഇൻ്റഗ്രൽ 1/r² dr. എവിടുന്ന് എവിടം വരെ? ഇൻഫിനിറ്റി മുതൽ R വരെ. ഇനി 1/r² dr നേരിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നവർ അതുപോലെ ചെയ്യുക. നേരത്തെ ഇൻ്റഗ്രേഷൻ പഠിച്ചവർക്ക് അത് വളരെ സിമ്പിളാണ്. അല്ലാത്തവർക്ക് ഒരു സ്റ്റെപ്പ് കൂടി എഴുതാം. എന്താണ്? വിച്ച് ഈസ് ഈക്വൽ ടു
നെഗറ്റീവ് 1 ബൈ 4 പൈ എപ്സിലോൺ നോട്ട് ഇൻറ്റു ക്യൂ ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി മുതൽ ആർ വരെ ആർ റേസ് ടു -2 dr. ഇനി എന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തോളൂ. നെഗറ്റീവ് 1 ബൈ 4 പൈ എപ്സിലോൺ നോട്ട് ഇൻറ്റു ക്യൂ ആർ റേസ് ടു -2 ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്? പവർ ഒന്ന് കൂട്ടുക, അത് തന്നെ ഡിനോമിനേറ്ററിൽ എഴുതുക. ആറിൻ്റെ പവർ -2 കൂടെ ഒന്ന് കൂട്ടിയാൽ -1 ഡിവൈഡഡ് ബൈ -1 -1 ഡിവൈഡഡ് ബൈ -1. ഓക്കെ, അടുത്ത സ്റ്റേജ് നമുക്ക് ഈ -1 കൂടി പുറത്തെടുക്കുക. ഇവിടെ നമ്മൾ ലിമിറ്റ്സ് കൊടുക്കണം, ഇൻഫിനിറ്റി മുതൽ ആറ് വരെ. -1 കൂടി പുറത്തെടുത്താൽ ദിസ് ബിക്കം പോസിറ്റീവ്. ഈ -1 എടുക്കുമ്പോൾ പോസിറ്റീവ് ആകും. ഈക്വൽസ് 1 ബൈ 4 പൈ എപ്സിലോൺ ഇൻറ്റു ക്യൂ ഇൻറ്റു ആർ റേസ് ടു -1 വിൽ ബി 1 ബൈ ആർ വിത്ത് ലിമിറ്റ് ഇൻഫിനിറ്റി ടു ആർ. അപ്പർ ലിമിറ്റ് കൊടുക്കുക, 1 ബൈ 4 പൈ എപ്സിലോൺ ഇൻറ്റു ക്യൂ ഇൻറ്റു 1 ബൈ ആർ. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ -1 ബൈ ഇൻഫിനിറ്റി ലോവർ ലിമിറ്റ്. 1 ബൈ ഇൻഫിനിറ്റി 0 ആണ്, എഴുതേണ്ട കാര്യമില്ല. So this will be equal to 1 by 4 pi epsilon into q by r. This is the work done in moving a unit charge. Work done in moving a unit charge is called the potential. So therefore potential equals 1 by 4 pi epsilon into q by r. Air-ലാണെങ്കിൽ epsilon will be replaced by epsilon naught. എയറിലാണെങ്കിൽ മറ്റെല്ലായിടത്തും എപ്സിലോൺ ഈസ് റീപ്ലേസ്ഡ് ബൈ എപ്സിലോൺ നോട്ട് ആർ ഇൻറ്റു എപ്സിലോൺ 0. എപ്സിലോൺ ആർ ഈസ് നോൺ ആസ് ദി ഡയലക്ട്രിക് കോൺസ്റ്റന്റ്. ഇതൊക്കെ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുള്ളതാണ്, വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ അത് ഓർമ്മയിൽ വരും. ഓക്കെ, സോ ദിസ് ഈസ് ദി കൺസെപ്റ്റ് ഓഫ് ദി പൊട്ടൻഷ്യൽ മെയ്ഡ് ബൈ എ യൂണിറ്റ് ചാർജ് മെയ്ഡ് ബൈ എ പോയിന്റ് ചാർജ് അറ്റ് എ പ്ലേസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരിക. ഇത് പല പ്രാവശ്യം എഴുതി പഠിക്കണം കേട്ടോ ഈ ചോദ്യം, കാരണം ഇത് ബോർഡ് എക്സാമിനേഷൻ ഒരുപാട് ചോദിച്ചുള്ള ചോദ്യമാണ്, ഫോക്കസ് ഏരിയയിലുള്ളൊരു ചോദ്യമാണ്, റിപ്പീറ്റഡ്ലി ആസ്കിങ് ക്വസ്റ്റ്യൻ ആണ്, പ്രോബ്ലവും ചോദിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് ദി പൊട്ടൻഷ്യൽ ബൈ എ പോയിന്റ് ചാർജ്? ഇപ്പോൾ കണ്ടുപിടിച്ച പൊട്ടൻഷ്യൽ പ്രോപ്പർട്ടി എന്താണ്? 4 പ്രോപ്പർട്ടിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന്, ദി പൊട്ടൻഷ്യൽ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ഡിസ്റ്റൻസ്. പൊട്ടൻഷ്യൽ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ഡിസ്റ്റൻസ്. ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ, നോട്ട്സിൽ ഗ്രാഫ് ഇല്ല, വരച്ചെടുക്കണം. ഇവിടെ പൊട്ടൻഷ്യലും ഇവിടെ ഡിസ്റ്റൻസും മാർക്ക് ചെയ്താൽ വിൽ ഗെറ്റ് എ റെക്ടാങ്കുലർ ഹൈപ്പർബോള. 0 ഇൻഫിനിറ്റിയിൽ വെച്ച് അത് കൂട്ടിമുട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം രണ്ടാമത്തേത് പൊട്ടൻഷ്യൽ ഈസ് 0 അറ്റ് വെൻ ആർ ഈക്വൽസ് ഇൻഫിനിറ്റി. ഇൻഫൈനൈറ്റ് ഡിസ്റ്റൻസിൽ എത്തുമ്പോൾ മാത്രം പൊട്ടൻഷ്യൽ 0 ആകുന്നു. അതിൻ്റെ പൊട്ടൻഷ്യൽ കുറഞ്ഞുകൊണ്ടേയിരിക്കും, 0 ആകില്ല. മൂന്നാമത്തേത്, നമ്മൾ വെച്ച ചാർജ് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ, ഇഫ് ക്യൂ പോസിറ്റീവ് ആണെങ്കിൽ പൊട്ടൻഷ്യൽ വിൽ ബി പോസിറ്റീവ് അല്ലേ? കാണുമ്പോൾ അറിയാം പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആണ്. പോസിറ്റീവ് പൊട്ടൻഷ്യൽ മീൻസ് റിപ്പൾസീവ്. പോസിറ്റീവ് പൊട്ടൻഷ്യൽ മീൻസ് ഇറ്റ് ഈസ് റിപ്പൾസീവ്. നാലാമത്തേത് പഠിക്കുന്നു, ഇഫ് ദി ചാർജ് ഇസ് നെഗറ്റീവ് ക്യൂ ദി പൊട്ടൻഷ്യൽ ഈസ് നെഗറ്റീവ് ആൻഡ് നെഗറ്റീവ് പൊട്ടൻഷ്യൽ മീൻസ് അട്രാക്റ്റീവ്. ഈ 4 പ്രോപ്പർട്ടികൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. വാട്ട് ഈസ് ദി പൊട്ടൻഷ്യൽ എനർജി അഥവാ വർക്ക്, പൊട്ടൻഷ്യൽ എനർജി ഓർ വർക്ക് ഓഫ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്? പൊട്ടൻഷ്യൽ എനർജി ഓർ വർക്ക് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഇതാ ഇവിടെ ഒരു പോയിന്റ് ചാർജ് ഇരിക്കുന്നു, Q1 ഇരിക്കുന്നു. കുറച്ച് അകലെയുള്ള സ്ഥലത്തേക്ക് നമ്മൾ Q2 എന്നൊരു ചാർജ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. വാട്ട് ഈസ് ദി പൊട്ടൻഷ്യൽ എനർജി? ആ Q2 ചാർജ് അവിടെ കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ പൊട്ടൻഷ്യൽ എത്രയാണ്? അത് തന്നെയാണ് വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ഇവിടുന്ന് ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ക്രിയേറ്റഡ് ബൈ Q1 ഈക്വൽസ് 1 by 4 pi epsilon into Q1 by R. നേരത്തെ പഠിച്ചിട്ടുണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഈക്വൽസ് പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ് ഈക്വൽസ് 1 by 4 pi epsilon into Q1 by R into Q2. That is Q1 Q2 by R is the potential energy of that system. ഒന്നിൽ കൂടുതൽ ആളുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ ഇതുപോലെ കണ്ടുപിടിക്കാം.
ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ ഒരു പോയിന്റ്, അതിന് ചുറ്റും ഒരു Q1 ഇരിക്കുന്നു, ഒരു Q2 ഇരിക്കുന്നു, ഒരു Q3 ഇരിക്കുന്നു, R1 അകലത്തിൽ, R2 അകലത്തിൽ, R3 അകലത്തിൽ. ഇവിടെ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എത്ര? ഇയാൾ ഇങ്ങോട്ടാകുന്ന പൊട്ടൻഷ്യൽ 1/4πε ഇൻറ്റു Q1/R1. ഇയാളുണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ 1/4πε ഇൻറ്റു Q2/R2. ഇയാളുണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ 1/4πε ഇൻറ്റു Q3/R3. എല്ലാം കൂടി ഇങ്ങോട്ട് കൂട്ടാം. 1/4πε Q1/R1 പ്ലസ് 1/4πε Q2R2 പ്ലസ് 1/4πε Q3R3 എന്ന് പറയും. ഇതേപോലെ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ചോദിച്ചാലോ, ഇവരുണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എനർജി Q1Q/R1. ഇവരുണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എനർജി Q2Q/R2. ഇവരുണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ എനർജി Q3Q/R3. മൂന്നും കൂടി കൂട്ടുക. ഓക്കെ, വർക്കിന് നമുക്ക് മറ്റൊരു കൺസെപ്റ്റ് കൂടി നമുക്ക് വേണം ഓർക്കാനായിട്ട്. വർക്ക് ഓർ എനർജി ഈസ് ദി ചാർജ് ഇൻറ്റു ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി. മനസ്സിലാവണില്ല അല്ലേ? ഒരു സ്ഥലത്തെ പൊട്ടൻഷ്യൽ VA, മറ്റൊരു സ്ഥലത്തെ പൊട്ടൻഷ്യൽ VB. What is the work done in moving from one point to another? Work done in moving from one point to another is the charge into potential difference. ഇവിടെ നിന്ന് ഇവിടേക്ക് ഒരു Q ചാർജിനെ കൊണ്ടുവരാൻ എത്ര വർക്ക് വേണം? ക്വസ്റ്റ്യൻ അതാണ്. രണ്ട് സ്ഥലത്തെ പൊട്ടൻഷ്യൽ, പഴയൊക്കെ മറന്ന രണ്ട് സ്ഥലത്തെ പൊട്ടൻഷ്യൽ VA VB. What is the work done in moving a charge from this point to this point? അപ്പോൾ നമ്മൾ പറയുന്നു ഇവിടെ ഇരിക്കുമ്പോൾ ഉള്ള പൊട്ടൻഷ്യൽ എനർജി at B എത്രയാണ്? പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ്. പൊട്ടൻഷ്യൽ എനർജി വെൻ ഇറ്റ് ഈസ് at A, അവിടുത്തെ പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ്. വർക്ക് ഈസ് ദി ഡിഫറൻസ് ഇൻ എനർജി. വർക്ക് ഈക്വൽസ് difference in energy equals QVB minus QVA. That means Q into VB minus VA. ആൻസർ ആയി. ഞാൻ ഒരു ന്യൂമറിക്കൽ വാല്യൂ തരികയാണ്. പൊട്ടൻഷ്യൽ 2 പോയിന്റ് തന്നു കഴിഞ്ഞാൽ ഫൈൻഡ് ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ ചാർജ്. സോ വർക്ക് ഈക്വൽസ് potential difference in charge. Work done in moving a charge from one point to another is given by charge into the difference in potential. Question മനസ്സിലായോ? Okay, then അടുത്ത question, what will be the potential due to a dipole? What will be the potential due to a dipole? That is the next question. ചെയ്ത് നോക്കാം നമുക്ക്. ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഡെറിവേഷനാണ്. ബോർഡ് എക്സാമിനേഷന് മറ്റേ CBSE ബോർഡ് സ്ഥിരം ചോദിക്കുന്നതാണ്. സ്റ്റേറ്റ് ബോർഡ് ചോദിക്കാറുണ്ട്, പക്ഷേ ഇവിടെ ഫോക്കസ് ഏരിയയിൽ അതില്ലാത്ത കാരണം എന്താവുമെന്നറിയില്ല. ഡെറിവേഷൻ ബൈ ഹാർട്ട് പഠിക്കാനുള്ള ഡെറിവേഷൻ. ഒരു ഡൈപ്പോള് ഞാനിങ്ങനെ വരയ്ക്കാം. എ ഡൈപ്പോൾ റിക്വയർഡ് ടു ഫൈൻഡ് ദി പൊട്ടൻഷ്യൽ അറ്റ് ആൻ അനദർ പോയിന്റ്. ഈ ഡൈപ്പോളിന് വേണമെങ്കിൽ ഇവിടെ പ്ലസ് Q, ഇവിടെ മൈനസ് Q, AB എന്ന് എഴുതാം. AB. ഓക്കെ, ദെൻ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദി പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് C. എന്ന് പറഞ്ഞ സ്ഥലത്ത് പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ഡിസ്റ്റൻസ് R എന്ന് തന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞൊരു കൺസെപ്റ്റ് ഓർക്കുക. ഇയാൾ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാക്കും, ഇയാൾ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാക്കും. രണ്ടും കൂടി ആഡ് ചെയ്യണം. ഇവിടെ ഇയാൾ ഉണ്ടാക്കുന്നത് പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആയിരിക്കും, ഇയാൾ ഉണ്ടാകുന്നത് നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആയിരിക്കും. രണ്ടും കൂടി ആഡ് ചെയ്താൽ ടോട്ടൽ പൊട്ടൻഷ്യൽ കിട്ടും. സിമ്പിളായിട്ടൊരു വർക്കാണ്. ആ ഒരു പ്രശ്നം ഈ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യലാണ്. അപ്പോൾ കാൽക്കുലേറ്റ് നോക്കി വെക്കാം. ഇയാൾ ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡ്യൂ ടു പ്ലസ് Q ഈക്വൽസ് പ്ലസ് 2Q ഈക്വൽസ്, അല്ലെങ്കിൽ നമുക്ക് VA എന്ന് വിളിക്കാം. VA ഇയാൾ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ, A ഉണ്ടാക്കിയ പൊട്ടൻഷ്യൽ എത്രയാണ് വരിക? 1/4πε ഇൻറ്റു ദി ചാർജ് Q
divided by the distance AC. AC കണ്ടുപിടിക്കലാണ് ഇതിൻ്റെ ഒരു കുഴപ്പമുള്ള കാര്യം. അതോടെ ആൻസർ ആകും. AC എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? AC എന്ന് പറഞ്ഞാൽ ദൂരമാണ്. നമുക്ക് ഇതേ അറിയുള്ളൂ. ഈ പറഞ്ഞ ഞാൻ O എന്ന് വിളിച്ചാൽ ഞാൻ ഇങ്ങനെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു, സെ D. AC will be equal to AD. സോറി, AC will be equal to DC. ഇതും ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള AC എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? O തൊട്ട് C വരെയുള്ളത് 6 ആണ്. അതിൽ നിന്ന് ഈ ഒരു പീസ് മൈനസ് ചെയ്താൽ പോരെ? അപ്പോൾ DC കിട്ടും. DCയും ACയും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? AC എന്ന് പറഞ്ഞാൽ that is equal to DC by drawing. എന്ന് പറഞ്ഞാൽ OC മൈനസ് OD ആണ്. ഈ ദൂരത്തിൽ നിന്ന് ഈ ദൂരം മൈനസ് ചെയ്യാൻ OC മൈനസ് OD ഈക്വൽസ് OC എത്രയാണ്? 6 മൈനസ് OD കണ്ടുപിടിക്കണം. OD എങ്ങനെ കണ്ടുപിടിക്കാം? സപ്പോസ് ദിസ് ആംഗിൾ ഇസ് തീറ്റ. ഇത് ഡൈപോളുകളുടെ ലെങ്ത് ആണ്, രണ്ട് അറ്റം തമ്മിലുള്ള അകലം. ദാറ്റ് ഈസ് റീടേക്കൺ എസ് 2A അല്ലേ? ഡൈപോൾ ലെങ്ത് എപ്പോഴും 2A എന്നാണ് എടുക്കുക. ഹാഫ് ലെങ്ത് A, ഫുൾ ലെങ്ത് 2A. അത് ഇങ്ങനത്തെ കാൽക്കുലേഷൻ വേണ്ടിയാണ്. അപ്പോൾ ഈ ലെങ്ത് എത്രയായിരിക്കും ഇവിടെ നിന്ന് ഇവിടം വരെ? A. ഈ ട്രയാങ്കിളിലെ ട്രയാങ്കിൾ OAD, what will be cos theta? Cos theta equals OD by OA അല്ലേ? ഈ ട്രയാങ്കിൾ ഇതാണ് 90 ഡിഗ്രി. അപ്പോൾ ഇത് ഹൈപ്പോട്ടനസ്, ഇത് ബേസ്. ഈ തീറ്റ ഈക്വൽസ് ബേസ് ബൈ ദി ഹൈപ്പോട്ടനസ്. സോ OD ഈക്വൽസ് OA cos theta. OD equals OA cos theta. Okay? Substitute ചെയ്തോളൂ. Then what will be AC? AC will be OC minus OA എന്ന് പറഞ്ഞാൽ എത്രയാ? OA എന്നാണ് ഈ ദൂരല്ലേ, അത് A അല്ലേ? A cos theta എന്ന് എഴുതാം. OC minus A cos theta. OC എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6. OD equals OC minus A cos theta. മനസ്സിലായോ? സ്പീഡ് കൂടുണ്ടോ? ഇല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. OD equals OC minus AC. AC equals OC minus OD എഴുതി വെച്ചിട്ടുണ്ട്. Which will be equal to OC minus OA cos theta. OC എന്ന് പറഞ്ഞാൽ ഈ ദൂരമാണ് R, മൈനസ് OA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A ആണ്, A cos theta. AC കിട്ടി. So potential at Q equals 1 by 4 pi epsilon into Q by R minus A cos theta. Q by R minus A cos theta. Okay? Potential due to plus Q. Equation number 1. Now potential due to minus Q equals therefore then 1 by 4 pi epsilon into Q, the minus Q, divided by ഈ distance BC. BC എങ്ങനെ കിട്ടും? 1 by 4 pi epsilon into negative Q by how much will be the BC? ഇതേപോലെ വരച്ച് വയ്ക്കുക. ഞാൻ ഇവിടുന്ന് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ വരെയുള്ള ദൂരം എത്രയാണ്? C മുതൽ ഇവിടെ വരെയുള്ള ദൂരം 6 ആണ്. പ്ലസ് ഇത് കൂടി കൂട്ടിയാൽ മതി. ഈ ദൂരം നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. ഈ ദൂരമൊക്കെ A cos theta ആണ്. Because this angle is theta, this is A cos theta. അപ്പോൾ ടോട്ടൽ ദൂരം എത്ര വരും? BC will be equal to R plus A cos theta. അവിടെ R minus A cos theta പോലെ R plus A cos theta. ആറിൽ നിന്ന് കുറച്ച് കുറച്ചാൽ ഇത് കിട്ടും, കുറച്ച് കൂട്ടിയാൽ ഇത് കിട്ടും. ഓക്കെ? Now what will be the total potential? ഇത് കഴിഞ്ഞു. ടോട്ടൽ പൊട്ടൻഷ്യൽ എത്രയാണ്? ഇതും കൂടി ആഡ് ചെയ്യണം. നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കി നോക്കാം. ടോട്ടൽ പൊട്ടൻഷ്യൽ അറ്റ് C. So we'll get total potential equals 1 by 4 pi epsilon into Q by R minus A cos theta പ്ലസ് ആണ്, പക്ഷേ ദിസ് ഇസ് നെഗറ്റീവ്. നെഗറ്റീവ് ഉള്ളത് കൊണ്ടുകൂടെ ഞാൻ നെഗറ്റീവ് എന്ന് എഴുതിയാൽ മതി. മൈനസ് 1 by 4 pi epsilon into Q by R plus A cos theta.
1/4π കോമൺ ആണ്, ക്യൂവും കോമൺ ആണ്. 1/r - a cos theta minus 1/r + a cos theta. അത് മാത്രം സിംപ്ലിഫൈ ചെയ്യൽ മാത്രമാണ് ഒരു TDS ഉള്ളത്. ഒന്ന് നോക്കിയാൽ r - a cos theta r + a cos theta LCM എന്തെടുക്കണം? സിംപ്ലി പ്രോഡക്റ്റ് എടുക്കുക. 1/4π into r minus a cos theta into r plus a cos theta. r minus a cos theta into r plus a cos theta. മുകളിൽ എന്ത് വരും? ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ r plus a cos theta മൈനസ് ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ r minus a cos theta. ഒന്ന് സിംപ്ലിഫൈ നോക്കി നോക്കിയേ. 1/4π into ഒരു ക്യൂ ഉണ്ടായിരുന്നില്ല അവിടെ, ക്യൂ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ r പ്ലസ് a cos theta മൈനസ് r, അടുത്ത ടൈം എന്തായിരിക്കും? പ്ലസ് ആകും ബ്രാക്കറ്റ് കളയുമ്പോൾ. ആറും ക്യാൻസൽ ചെയ്താൽ പിന്നെ a cos theta പ്ലസ് a cos theta, ദാറ്റ് ഈസ് 2a cos theta ഡിവൈഡഡ് ബൈ r minus a cos theta into r plus a cos theta, a minus b into a plus b, a square minus b square. So r square minus a square cos square theta add into bh. ഇനി നമ്മളൊരു ചെറിയ അപ്രോക്സിമേഷൻ ചെയ്യുകയാണ്. നിങ്ങളുടെ സ്റ്റാൻഡേർഡിലെ ഒരു +2 സ്റ്റാൻഡേർഡിലെ ഇത്രയും കോംപ്ലക്സിറ്റി ഒന്നും വേണ്ട. a square cos square theta is a negligibly small thing, very 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 small, so it can be neglected. ബാക്കി എന്ത് വരുന്നു? that is the answer. 1/4π into q 2a cos theta divided by r square. q into 2a നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. q charge, 2a separation, charge into separation is called a moment. So it will be 1/4π into moment p cos theta divided by r square. This is the potential made by a dipole at any point. This is the potential made by a dipole at any point. Okay? ഇതിൽ രണ്ട് കേസുകൾ നമ്മൾ സ്പെഷ്യലായിട്ട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദിസ് ഈസ് ഫോർ എനി പോയിന്റ്. ഇതിൻ്റെ രണ്ട് സ്പെഷ്യൽ കേസുകൾ അതുകൂടി എഴുതിയാലാണ് ഈ ഡെറിവേഷൻ്റെ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് സാധാരണ ചോദിച്ച് കണ്ടിട്ടില്ല ഇതേവരെ ബോർഡ് എക്സാമിനേഷന്. മറ്റേ രണ്ട് സ്പെഷ്യൽ കേസുകളാണ് ചോദിച്ചു വരാറ്. ദിസ് ഈസ് ഓൺലി ഫോർ ദി എൻട്രൻസ് എക്സാമിനേഷൻ. തീറ്റ തന്നിട്ട് ഇതാ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കിയേ. സപ്പോസ് ഒരു ഡൈപോൾ ഇങ്ങനെ വെക്കുന്നു, ഇവിടെ ഒരു പോയിന്റ് ഇങ്ങനെ വരച്ചാൽ ദിസ് ഇസ് തീറ്റ. ഇവിടത്തെയാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച പൊട്ടൻഷ്യൽ. കേസ് 1, ആക്സിയൽ ലൈനിലൊരു പോയിന്റ് ആണെങ്കിൽ, ഇവിടുത്തെ ഒരു പോയിന്റ് ആണെങ്കിൽ, വാട്ട് വിൽ ബി ദി പൊട്ടൻഷ്യൽ അറ്റ് ദിസ് പോയിന്റ്? അപ്പോൾ ഈ ലൈനെ മാറ്റിട്ട് എങ്ങോട്ട് വരയ്ക്കണം? ഇങ്ങോട്ട് വരയ്ക്കണം അല്ലേ? അപ്പോൾ തീറ്റ എത്ര വരും? ഈ ലൈൻ ഇങ്ങനെ ചെരിഞ്ഞെന്ന് ഇങ്ങനെയാകുമ്പോൾ തീറ്റ വിൽ ബി 0. ആക്സിയൽ ലൈനോട് വരുമ്പോൾ തീറ്റ വിൽ ബി 0. cos 0 will be 1. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയായിട്ട് റെഡ്യൂസ് ചെയ്യും? ദി പൊട്ടൻഷ്യൽ ഈക്വൽസ് 1/4π into p by r square. ആക്സിയൽ ലൈനിൽ p by r square cos theta പോകുന്നു. തീറ്റ ഈക്വൽസ് 0 ഡിഗ്രി, cos theta ഈക്വൽസ് 1, then p by r square. മനസ്സിലായല്ലോ? ദിസ് ഈസ് വൺ കേസ് ആക്സിയൽ ലൈനിലെ. നൗ സെക്കൻഡ് കേസ്, ഇക്വറ്റോറിയൽ ലൈനിലെ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? കേസ് 2, തീറ്റ എത്രയാണ് അവിടെ? തീറ്റ കൂടി ഒന്ന് ഇങ്ങനെയാകുന്നു 90 ഡിഗ്രി. തീറ്റ ഈക്വൽസ് 90 ഡിഗ്രി, cos 90 0, സോ പൊട്ടൻഷ്യൽ ബിക്കം 0. ഇക്വറ്റോറിയൽ ലൈനിലെ പൊട്ടൻഷ്യൽ 0 ആണ്. ആക്സിയൽ ലൈനിലെ പൊട്ടൻഷ്യൽ 1/4 p by r square. സ്ഥിരമായി ചോദിക്കുന്ന പ്രോബ്ലമാണത്. ഇത്രയും ഡെറിവേഷൻ അവസാനിക്കുന്നു. അതങ്ങനെ തന്നെ ചെയ്ത് പഠിക്കാൻ നോക്കുക. ഇറ്റ് മേ ബി ആസ്ക്ഡ്. നൗ കം ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് സിമ്പിളായൊരു കൺസെപ്റ്റാണ്. അത്ര വിഷമിക്കാനോ പേടിക്കാനോ എന്നുള്ള വളരെ സിമ്പിളായൊരു കൺസെപ്റ്റാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അതിൻ്റെ മീനിങ് എന്താ? ഇക്യു മീൻസ് ഈക്വൽ.
ഈക്വൽ പൊട്ടൻഷ്യലുള്ള ഒരു സർഫസ്, ഈക്വൽ പൊട്ടൻഷ്യൽ. അപ്പോൾ ഏതെങ്കിലും രണ്ട് പോയിന്റിലെ പൊട്ടൻഷ്യൽ സെയിം ആണെങ്കിൽ അതിനെ ഇക്യു പൊട്ടൻഷ്യൽ പോയിന്റ്സ് എന്ന് വിളിക്കുന്നു. ഒരു സർഫസിലുള്ള എല്ലാ പോയിന്റുകളിലും സെയിം പൊട്ടൻഷ്യൽ വന്നാൽ ഇറ്റ് ഈസ് കോൾഡ് ഇക്യു പൊട്ടൻഷ്യൽ സർഫസ്. എ സർഫസ് അറ്റ് വിച്ച് ഓൾ പോയിന്റ്സ് ആർ അറ്റ് സെയിം പൊട്ടൻഷ്യൽ. അതിന് ചില പ്രത്യേക പ്രോപ്പർട്ടികളുണ്ട്. അതിൽ ആദ്യം തന്നെ അങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾസ് നോക്കുക. 4 എക്സാമ്പിൾസാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇക്യു പൊട്ടൻഷ്യൽ സർഫസുകൾക്ക്. ഒന്ന്, യൂണിഫോം ഫീൽഡ്. യൂണിഫോം ഫീൽഡ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഒരുപോലെ ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പാരലായിട്ട് പോകുക, എല്ലായിടത്തും ഒരേപോലത്തെ ഫീൽഡ്. ഇവിടെ ആരോ ഉണ്ടാക്കിയ ഫീൽഡാണ്. ഇങ്ങനെ പോകുന്നവരും ഫീൽഡ് കുറഞ്ഞു വരും, പക്ഷേ എല്ലായിടത്തും ഒരുമിച്ചാണ് കുറയുക. അപ്പോൾ നമ്മൾ പറയുന്നു, ഇവിടെ നിങ്ങളിങ്ങനെ ഒരു ഷീറ്റ് വെച്ച് വയ്ക്കുക. ആ ഷീറ്റിലെല്ലാം ഇതെങ്ങനെ വയ്ക്കുന്ന ഒരു ഷീറ്റ്, എ പെർപെൻഡിക്കുലർ ഷീറ്റ്. ഇവിടെ എങ്ങനെ വയ്ക്കുന്ന ഒരു പെർപെൻഡിക്കുലർ ഷീറ്റ്. ഈ ഷീറ്റ് എല്ലാ ഷീറ്റിലേക്ക് വരുന്ന എല്ലാ ലൈൻസും ഒരേപോലെ വരുന്നല്ലേ. സോ ദി ഷീറ്റ് ഈസ് ഇക്യു പൊട്ടൻഷ്യൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് വിൽ ബി എ ഷീറ്റ് പെർപെൻഡിക്കുലർ ടു ദി ബോർഡ്. ഇങ്ങനെ വരയ്ക്കുന്ന എല്ലാ ഷീറ്റുകളും ഇതും ഒരേ പൊട്ടൻഷ്യൽ അല്ല, പക്ഷെ ഇവിടെയുള്ള എല്ലാവർക്കും ഒരേ പൊട്ടൻഷ്യലാണ്. കാരണം ഇവിടെ നിന്നുള്ള അകലം തുല്യമാണ്. ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് ആർ പ്ലെയിൻസ് പെർപെൻഡിക്കുലർ. അതേസമയം നിങ്ങളുടെ അതിലൊരു പോയിന്റ് ചാർജ് ഉണ്ടെന്ന് എഴുതുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സപ്പോസ് യു ഹാവ് എ പോയിന്റ് ചാർജ്. ഇയാൾ ഉണ്ടാക്കുന്ന ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് എങ്ങനെയിരിക്കും? ഇവിടുന്ന് 1 സെൻറ്റിമീറ്റർ അകലത്തിൽ ഞാൻ ഇവിടെ ഒരു വര വരച്ചു. ഇവിടുത്തെ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്തു 1 സെൻറ്റിമീറ്റർ. ഇവിടെ 1 സെൻറ്റിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്ത് സെയിം വാല്യൂയിൽ കിട്ടുക. ഇവിടെ 1 സെൻറ്റിമീറ്റർ പോയാലും ഒരേ വാല്യൂയിൽ കിട്ടുക. കാരണം ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ, 1/4πε ഇൻറ്റു ക്യൂ ഡിവൈഡ് ബൈ ദ ഡിസ്റ്റൻസ്. 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ ഒക്കെ 1 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ ക്യൂ ചാർജിന് ചുറ്റും there will be a point, all the points are equipotential. ഈ ഓൾ പോയിന്റ്സ് ഷേപ്പ് എന്താ, സർക്കിൾ ആണോ? അല്ല, ഇങ്ങനെ സർക്കിൾ വരയ്ക്കാൻ പറ്റുള്ളൂ. നോക്കിയേ, ഒരു പോയിന്റ് ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, ഇങ്ങനെ ചുറ്റും അടിയിലും മുകളിലൊക്കെ 1 സെൻറ്റിമീറ്റർ നീളത്തിൽ അകലത്തിലുള്ള പോയിന്റുകൾ ഒരുമിച്ച് ചേർത്ത് എന്ത് കിട്ടും? വിൽ ഗെറ്റ് എ സ്പിയർ അറൗണ്ട് ഇറ്റ്. ഇയാൾ സെൻറ്ററിൽ 1 സെൻറ്റിമീറ്റർ റേഡിയസുള്ള സ്പിയർ വരയ്ക്കാം. ഓൾ ഓഫ് ദം ആർ ഇക്യു പൊട്ടൻഷ്യൽ. അപ്പോൾ 1.5 സെൻറ്റിമീറ്റർ സ്പിയർ വരച്ചാലോ? ഓൾ ഓഫ് ദം ആർ ഇക്യു പൊട്ടൻഷ്യൽ. ഈ 2 സ്പിയർ തമ്മിലല്ല പറയുന്നത്, ആ സ്പിയറിൽ എല്ലാവരും ഇക്യു പൊട്ടൻഷ്യലാണ്. സോ പോയിന്റ് ചാർജിൻ്റെ ചുറ്റും വി വിൽ ഗെറ്റ് കോൺസെൻട്രിക് സ്പിയേഴ്സ്. ഇക്യു പൊട്ടൻഷ്യൽ സർഫസ് കോൺസെൻട്രിക് സ്പിയേഴ്സ് ആയിരിക്കും. രണ്ടാമത്തെ ചോദ്യം അതാണ്. മൂന്നാമത്തേത്, ഈ പടം വരയ്ക്കാൻ പറയില്ല, അല്ലെങ്കിൽ ഒരു വാചകം ഉള്ളോട്ടോ ഇല്ല, വേറെ ഒന്നും പഠിക്കാനില്ല. ഒരു സെൻറ്റൻസ്, കോൺസെൻട്രിക് സ്പിയേഴ്സ്. മൂന്നാമത്തെ, ഒരു ഡൈപോൾ. ഡൈപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും വന്നു കഴിഞ്ഞാൽ അല്ല ഡൈപോൾ എങ്ങനെയിരിക്കും? ഇയാൾ കോൺസെൻട്രിക് സ്പിയേഴ്സ് ഉണ്ടാക്കും, ഇയാളും കോൺസെൻട്രിക് സ്പിയേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, പക്ഷേ ആ സ്പിയേഴ്സ് ഇവർ തമ്മിലുള്ളൊരു അട്രാക്റ്റീവ് ഫോഴ്സ് കാരണം സ്ലൈറ്റ്ലി ഒന്ന് ഡൈവേർജ് ചെയ്ത് വരും. എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ അടുത്ത സ്പിയർ വരയ്ക്കുമ്പോൾ ഇങ്ങനെ പുറത്തേക്കൊന്ന് തള്ളി വരും. മനസ്സിലായോ? ഇവിടെ അടുത്തടുത്ത് വരുന്നു, ഇവിടെ അങ്ങനെ അകന്നകന്ന് പോകുന്നു. അതേപോലെ തന്നെ ഇയാളും ഒരു സ്പിയർ, ഇത് മറ്റൊരു സ്പിയർ, ഇത് മറ്റൊരു സ്പിയർ, ഇത് മറ്റൊരു സ്പിയർ. ദീസ് ആർ ദി ഡിഫറെൻറ്റ് സ്പിയേഴ്സ്. ഓക്കെ, വ്യത്യാസം മനസ്സിലായോ? പോസിറ്റീവ് നെഗറ്റീവ് വന്നാൽ, ഡൈപോൾ വന്നാൽ, ഒരു പോസിറ്റീവ് നെഗറ്റീവ് വന്നാൽ ഒക്കെ ഒന്ന് തന്നെ. പോസിറ്റീവും വന്നാലോ ഇതിന് നേരെ എതിരെ, അതായത് രണ്ടുപേരും ഐഡൻറ്റിക്കൽ ആണെങ്കിലോ ഇത് ഓപ്പോസിറ്റ് ആണെങ്കിൽ, അടുത്ത ക്വസ്റ്റ്യൻ ഇവർ തമ്മിൽ ഓപ്പോസിറ്റ് ആണെങ്കിൽ, ഐഡൻറ്റിക്കൽ ആണെങ്കിൽ എങ്ങനെയിരിക്കും? ഐഡൻറ്റിക്കൽ ആണെങ്കിൽ ഒരു പ്ലസ് ഒരു പ്ലസ്. നേരത്തെ വരച്ചതിന് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ റിങ് ഇങ്ങനെ വരുന്നു, അടുത്ത റിങ് ഇങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യുന്നു. അതുപോലെ ഇയാളും ഒരെണ്ണം ഇങ്ങനെ വരയ്ക്കുന്നു, അടുത്ത റിങ് ഇങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്യുന്നു, എക്സ്പാൻഡിങ് ടു ദിസ് ഡിറക്ഷൻ. ഇങ്ങനെ 4 എണ്ണമാണ് നിങ്ങളോട് പഠിക്കാൻ പറ്റുള്ളത്. ആ 4-ത്തിൽ ഏത് വേണമെങ്കിൽ ചോദിച്ചാൽ ഇത് വരച്ചു കൊടുക്കാം. ഓക്കെ, പ്രോപ്പർട്ടീസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ള എന്താണ്? ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൻ്റെ പ്രോപ്പർട്ടീസ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്? ഒന്ന്, ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ നിന്ന് ഫ്ലക്സ് ലൈൻസ് പെർപെൻഡിക്കുലർ ആയിരിക്കും.
the force lines അഥവാ perpendicular lines are parallel to the normal to the equipotential surface. അല്ലേ? ഇവിടെ നിന്ന് ഫ്ലക്സ് ലൈൻ വന്നു, ഇക്വിപൊട്ടൻഷ്യൽ സ്പിയർ ഇങ്ങനെ നിന്നു, റേഡിയസ് പുറത്തേക്ക് പോകുമ്പോൾ എന്തായിരിക്കും? ദാറ്റ്സ് നോർമൽ പെർപെൻഡിക്കുലർ. സോ ദി ഫ്ലക്സ് ലൈൻസ് ആർ പെർപെൻഡിക്കുലർ ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഒന്ന്. രണ്ടാമത്തേത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അത് വെച്ച് ഒരുപാട് പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്. ചോദിച്ച ഉത്തരം വൺ വേർഡിൽ പറയാവുന്നേ ഉള്ളൂ. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് നീങ്ങാൻ ദർ ഈസ് നോ വർക്ക്. Work required to move from one point to another point is 0. കഴിഞ്ഞത്തെ പരീക്ഷയപ്പോൾ നോക്കിയാൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് CBSE ബോർഡിൻ്റെ. ഒരു പോസിറ്റീവ് ചാർജ് ഇതെങ്ങനെ എ പ്ലസ് ക്യൂ ഇസ് സിറ്റുവേറ്റഡ് ആൻഡ് എ സർക്കിൾ ഇസ് ഡ്രോൺ. എ എന്ന് പറയുന്ന പോയിന്റ്, ബി എന്ന് പറയുന്ന പോയിന്റ്. കാൽക്കുലേറ്റ് ദി വർക്ക് ഡൺ ഇൻ മൂവിങ് ഫ്രം എ ടു ബി. നമ്മൾ സാധാരണ ഇതിലെങ്ങനെയാണ്? ഇയാൾ ഇവിടെ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യണം, ഇയാൾ ഇവിടെ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യണം, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ചാർജാണ് വർക്ക്. നമ്മൾ സാധനം പ്രോബ്ലം ഇപ്പോൾ ചെയ്യും. പക്ഷേ ഇവിടെ നമ്മൾ പറയും 0. കാരണം എന്താണ്? ഇയാൾ ഇവിടെ ഉണ്ടാക്കിയ പൊട്ടൻഷ്യലും ഇയാൾ ഇവിടെ ഉണ്ടാക്കിയ പൊട്ടൻഷ്യലും സെയിം ആണ്, ഇക്യു പൊട്ടൻഷ്യൽ. ഇക്യു പൊട്ടൻഷ്യലിൽ വർക്ക് റിമെയിൻസ് 0. അതേസമയം ഇവിടെ എന്നുള്ള പോയിന്റും ഇവിടെ ബി എന്ന് പറഞ്ഞ പോയിന്റും ദേ ആർ നോട്ട് ഇക്യു പൊട്ടൻഷ്യൽ. ഈ അകലം ഉപയോഗിച്ച് ഇവിടുത്തെ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യണം, ഈ അകലം ഉപയോഗിച്ച് ഇവിടുത്തെ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യണം. വർക്ക് എന്ന് പറഞ്ഞാൽ ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി എന്താണ്? ടു മൂവ് അലോങ് എൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ദി ടോട്ടൽ വർക്ക് ഡൺ ഈസ് 0. ദി ടോട്ടൽ വർക്ക് ഡൺ ഈസ് 0. നമുക്ക് 4-5 ചോദ്യം കൂടിയുള്ളത്. ലെറ്റ് us pass to the next question. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദി എനർജി ഓഫ് എ ഡൈപോൾ? ഒരു ഡൈപോളിൻ്റെ എനർജി, വർക്ക്, ടോർക്ക് എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ്. ടോർക്ക് കഴിഞ്ഞ ചാപ്റ്ററിൽ ചെയ്തതാണ്. അതായത് ഒരു ഡൈപോൾ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു, അതിനിങ്ങനെ പതുക്കെ സ്ലൈഡിലേക്ക് നമ്മളൊന്ന് ഷിഫ്റ്റ് ചെയ്യുന്നു, കൈവിട്ട തിരിച്ചു പോകല്ലേ, അതിൻ്റെ അർത്ഥം ദർ ഈസ് എ എനർജി. ഹൗ മച്ച് ബി ദി പൊട്ടൻഷ്യൽ ദി സ്റ്റോർഡ് ഇൻ ദിസ് ഡൈപോൾ? ഹൗ മച്ച് ബി ദി വർക്ക് ഡൺ ഇൻ ടു റൊട്ടേറ്റ് ഇറ്റ്? ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ മറ്റൊരു പൊസിഷനിലേക്ക് ഇങ്ങനെ തിരിക്കാൻ എത്ര വർക്ക് ചെയ്യണം? വാട്ട് ഈസ് ദി ടോർക്ക് റിക്വയർഡ് ടു റൊട്ടേറ്റ് ഇറ്റ്? ടോർക്ക് നമ്മൾ കഴിഞ്ഞ കണ്ടതാണ്. എന്താണ്? ടോർക്ക് ഈക്വൽസ് PE sin theta. ഓർമ്മയുണ്ടോ? ടു റൊട്ടേറ്റ് എ ഡൈപോൾ ദി ടോർക്ക് ഈക്വൽസ് PE sin theta. കഴിഞ്ഞതിൽ പഠിച്ചതാണ്. ഇവിടെ ഡിറൈവ് ചെയ്യേണ്ട അവിടെ ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. Now what is the work done in rotating it from an angle θ1 to an angle θ2? മനസ്സിലായോ? ഒരു ഫീൽഡ് ഉണ്ട്, ഒരു ഡൈപോൾ ഇങ്ങനെ ഇരിക്കുന്നു θ1, അതിൽ നിന്ന് മറ്റൊരു ആംഗിൾ θ2യിലേക്ക് തിരിക്കണം. വാട്ട് വിൽ ബി ദി വർക്ക് ഡൺ? ചോദ്യം അതാണ്. അപ്പോൾ ഉടനെ നമ്മൾ പറയുന്നു ടോർക്ക് ഈക്വൽസ് P sin θ. വി നോ എന്ന് അറിയാത്തവരുണ്ട്, ചിലർക്ക് ഒരു വിഷമം ഉണ്ടാവും എഴുതാനായിട്ട്, അറിയാത്തവരെ. അപ്പോൾ എഴുതിയ മൈ മാഷ് നോസ് അല്ലേ, മൈ മാഷിക്ക് അറിയുന്നത് P sin θ. അങ്ങനെയാണെങ്കിൽ വർക്ക് എന്താണ്? കഴിഞ്ഞ പോലെ മെക്കാനിക്കൽ ഫോർമുല പഠിച്ചിട്ടുണ്ട്. വർക്ക് ഈക്വൽസ് ഇൻ്റഗ്രൽ ടോർക്ക് ഡി തീറ്റ. ഇൻ്റഗ്രൽ ടോ ഡി തീറ്റ തന്നെയാണ് വർക്ക് എന്ന് പറയുന്നത്. എവിടെ നിന്ന് എവിടേക്ക് തിരിച്ചു? θ1ൽ നിന്ന് θ2യിലേക്ക് തിരിക്കുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസറായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ടോയ്ക്ക് വരുന്നത് എഴുതാം PE sin θ ഡി തീറ്റ. P sin θ എഴുതി, ഡി തീറ്റ എഴുതി, ഇൻ്റഗ്രൽ θ1 to θ2. PE പുറത്തെടുക്കാം. PE can be taken outside. Okay? PE. So which will be equal to PE integral sin θ d θ with the limit θ1 to θ2, which is equal to PE sin θ integrate ചെയ്യുമ്പോൾ നെഗറ്റീവ് cos θ with the limit θ1 to θ2. θ1 to θ2 equals PE. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു, മൈനസ് കോസ് θ2 മൈനസ് കോസ് θ1. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഇതേതുമ്പോൾ മഹാവൃത്തികേടാണ് അല്ലേ? ഇത് പ്ലസ് ആയ കാരണം ആദ്യം ഇങ്ങോരം കൂടി എടുത്ത് എഴുതാം. PE ഇൻറ്റു കോസ് θ1, ഇത് പ്ലസ് ആയി പോസിറ്റീവായി,
minus cos theta 2. This is the work done. This is the work done in rotating. ചോദ്യം മനസ്സിലായോ? വർക്ക് ഡൺ ഇൻ റൊട്ടേറ്റിംഗ് ഫ്രം θ1 to θ2. ദെൻ ഇൻ്റർനാഷണൽ ഒരു കൺവെൻഷൻ നമ്മൾ സയൻസിലൊരു ഭാഗത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഇഫ് ദി ഇനീഷ്യൽ പൊസിഷൻ ഈസ് നോട്ട് ഡിക്ലയർഡ്, θ1 ഓർ ഇനീഷ്യൽ ആംഗിൾ ഇസ് ബി ടേക്കൺ ആസ് 90 ഡിഗ്രി. അല്ലേ? ചോദ്യത്തിൽ പറയാണ് വാട്ട് ഈസ് ദി വർക്ക് ഡൺ, അല്ലെങ്കിൽ വാട്ട് ഈസ് ദി വർക്ക് ഡൺ തന്നെ പൊട്ടൻഷ്യൽ എനർജി. വാട്ട് ഈസ് ദി പൊട്ടൻഷ്യൽ എനർജി ഇൻ റൊട്ടേറ്റിംഗ് എ ഡൈപോൾ ടു 45 ഡിഗ്രി. അപ്പോൾ നമ്മൾ ചോദിച്ചു റൊട്ടേറ്റിംഗ് ടു 45. അപ്പോൾ എവിടെ നിന്ന്? അത് തന്നിട്ടില്ലല്ലോ. തന്നിട്ടില്ലെങ്കിൽ അത് എത്ര എടുക്കാന്ന് പറഞ്ഞാൽ 90 എന്ന് എടുക്കുക. θ1 ഈസ് ട്രീറ്റഡ് ആസ് 90. അപ്പോൾ ഈ ഫോർമുലയിൽ ഒരു ചെറിയ വ്യത്യാസം വേണമെങ്കിൽ വരുത്താം. അങ്ങനെ പഠിക്കേണ്ട കാര്യമില്ല. ഒരു ആംഗിൾ തന്നിട്ടില്ലെങ്കിൽ അത് ഉപയോഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞ ഓർക്കേണ്ട കാര്യമൊന്നുമില്ല. θ1 90 എടുക്കണമെന്ന്. θ1 90 എടുത്താൽ കോസ് θ1 0. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? ഈക്വൽസ് നെഗറ്റീവ് PE കോസ് θ2. ഒരാളല്ലെങ്കിൽ θ2 എന്ന് എഴുതണ്ട, PE കോസ് θ. This is the potential energy or work stored in a dipole. ഇനീഷ്യൽ ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ ഈ ഫോമുല ഉപയോഗിക്കുക. ഇനീഷ്യൽ ആംഗിൾ തന്നിട്ടില്ലെങ്കിൽ അത് 90 ആണെന്ന് അസ്യൂം ചെയ്ത് ചെയ്യുക. പരീക്ഷ അത് ഓർത്തിരിക്കണം. ഓരോ ആംഗിൾ ഉള്ളെങ്കിൽ ഇത് എഴുതുക. പൊട്ടൻഷ്യൽ ഈസ് നെഗറ്റീവ് PE കോസ് θ1. ചോദ്യം മനസ്സിലായില്ലേ? ഡെറിവേഷൻ മനസ്സിലായില്ലേ? സ്ഥിരം ചോദിക്കുന്നൊരു ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുക. അടുത്തത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. വാട്ട് ഈസ് ദി മീനിങ് ഓഫ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം? വാട്ട് ഈസ് ദി മീനിങ് ഓഫ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം? സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണിത്? സ്റ്റേബിൾ ഇക്വിലിബ്രിയം, സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി പൊട്ടൻഷ്യൽ എനർജി മിനിമം ആയിട്ടുള്ള പൊസിഷനെ വിളിക്കുന്ന പേരാണ്. ഇഫ് ദി പൊട്ടൻഷ്യൽ എനർജി ഈസ് മിനിമം ആസ് പോസിബിൾ ഇറ്റ് ഈസ് കോൾഡ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം. അതെപ്പോഴാണ് സംഭവിക്കുക? ഇതിൻ്റെ മിനിമം വില എത്രയാണ്? കോസ് θ1 ആകുമ്പോൾ this become minus PE. Negative P is where is the smallest. It is called stable equilibrium. Positive P is biggest and it is called the positive B ആണെങ്കിൽ it is called unstable equilibrium. Potential energy high value വന്നാൽ unstable equilibrium, potential energy low value വന്നാൽ stable equilibrium. ഓർക്കാൻ എളുപ്പം അങ്ങനെയാണ്. അപ്പോൾ കേസ് 1, if theta equals 0, if theta equals 0, cos theta equals 1, potential energy equals negative PE. ഇതിനെ എന്ത് വിളിക്കുന്നു? സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നു. രണ്ടാമത്തേത്, വാട്ട് ഈസ് ദി അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം? സ്റ്റേബിൾ ഇക്വിലിബ്രിയം, മറ്റേത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ഏതാണ്? രണ്ടാമത്തെ കേസ്, കേസ് 2, അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം θ 180 വന്നാൽ, ആ രണ്ട് വാല്യൂ ബൈ ഹാർട്ട് പഠിച്ചു വയ്ക്കുക. 180 വന്നാൽ cos 180 is negative 1, cos 180 equals negative 1, potential energy equals negative PE cos 180 which is equal to positive P. Potential energy highest, unstable equilibrium. പഠിച്ചോ? മനസ്സിലായോ? സ്റ്റേബിൾ ഇക്വിലിബ്രിയവും അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയവും. ഓക്കെ, now we pass to the next concept. Next concept is the electrostatic shielding. Electrostatic shielding എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. Whenever a body is placed inside a cage, metallic cage, whenever a body is placed inside a closed metallic cage, electric field lines can't get inside. Electric field lines അകത്തേക്ക് കിടക്കില്ല. അത്ര ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇവിടെ എത്തുമ്പോൾ ഈ കണ്ടക്ടറിലൂടെ അങ്ങോട്ട് പുറത്തേക്ക് പോകും. ഷീൽഡിങ് മനസ്സിലായോ? അപ്പോൾ എ പോയിന്റ് വെൽ ഷീൽഡഡ് ബൈ എ മെറ്റൽ കേജ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കനോട്ട് പാസ് ത്രൂ ഇറ്റ് ആൻഡ് ദിസ് ഈസ് കോൾഡ് ദി ഇലക്ട്രോ മാഗ്നറ്റിക് കേജിങ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഷീൽഡിങ് എന്ന് വിളിക്കുന്നു. ഇത് ആദ്യമായിട്ട് ചെയ്ത് ഫാരഡേ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. അതുകൊണ്ട് ഫാരഡേ കേജ് എന്നുകൂടി ഇതിനെ വിളിക്കും. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഏതെങ്കിലും സാധനമുണ്ടെങ്കിൽ മെറ്റൽ കേസിനുള്ളിലാക്കി വയ്ക്കാം. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സേ എക്സ്റേ, ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്, ഏതെങ്കിലും ഇപ്പോൾ സേ
ഡിസ്കിനകത്ത് ഡാറ്റ പോകുമെന്ന് സംശയം ഉണ്ടെങ്കിൽ സ്ട്രോങ് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് വന്നാൽ ഡാറ്റ കേട് വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ അതിനെ ഒരു മെറ്റൽ കേജിൻ്റെ അകത്ത് വയ്ക്കുക. എന്നത് വലിയൊരു ഇരുമ്പ് പെട്ടിനകത്ത് വെക്കുന്നത് പറഞ്ഞേട്ടാ, ക്ലോസ്ഡ് കണ്ടെയ്നർ, ക്ലോസ്ഡ് മെറ്റാലിക് കണ്ടെയ്നർ. ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞിട്ട് നമുക്ക് തൽക്കാലം ഈ സെഷൻ നിർത്താം. ദാറ്റ് ഈസ് സംതിങ് കോൾഡ് ഡൈലക്ട്രിക്. എന്താണ് ഡൈലക്ട്രിക് എന്ന് പറയുന്ന കൺസെപ്റ്റ്? സോ ഡൈലക്ട്രിക് is defined as a non-metallic material which can be placed inside in between two charges to change the force. രണ്ട് ചാർജുകളുടെ ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ ഇവ തമ്മിലുള്ള ഫോഴ്സുകൾക്ക് വ്യത്യാസം വരുന്നു. ഈ മെറ്റീരിയൽ വിളിക്കുന്ന പേരാണ് ഡൈലക്ട്രിക് മെറ്റീരിയൽ. അപ്പോൾ നോൺ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസ് ആർ കോൾഡ് ഡൈലക്ട്രിക് മെറ്റീരിയൽ. കണ്ടക്ടേഴ്സ് വെച്ചാൽ വേറെ പ്രോപ്പർട്ടി ഇപ്പോൾ പറഞ്ഞു കേജിങ്. നോൺ കണ്ടക്ടേഴ്സ് വയ്ക്കുക. നോൺ കണ്ടക്ടേഴ്സ് രണ്ട് ചാർജുകൾ വെച്ചാൽ ഇവർ തമ്മിലുള്ള ഫോഴ്സുകളിൽ വ്യത്യാസം വരുന്നു. ദിസ് മെറ്റീരിയൽസ് കോൾഡ് ഡൈലക്ട്രിക്. ഡൈലക്ട്രിക്കിൻ്റെ 1-2 ക്വസ്റ്റ്യൻസ്. ഡൈലക്ട്രിക് 2 തരമുണ്ട്. ഒന്ന് പോളാർ ഡൈലക്ട്രിക് എന്ന് പറയും, ഒന്ന് നോൺ പോളാർ എന്ന് പറയും. ചോദ്യം അത് മാത്രമേ ഉള്ളൂ. വാട്ട് ഈസ് എ പോളാർ ഡൈലക്ട്രിക്? വാട്ട് ഈസ് എ നോൺ പോളാർ ഡൈലക്ട്രിക്? What is the behavior of polar dielectric in a field? What is the behavior of non-polar dielectrics, non-polar materials in a field? ഫീൽഡിലെ ആരാണ് പോളാർ മെറ്റീരിയൽ, ആരാണ് നോൺ പോളാർ മെറ്റീരിയൽ? ഇലക്ട്രിക് ഫീൽഡിൻ്റെ അകത്ത് പോളാർ മെറ്റീരിയൽ എങ്ങനെ ബിഹേവ് ചെയ്യും, നോൺ പോളാർ മെറ്റീരിയൽ എങ്ങനെ ബിഹേവ് ചെയ്യും? 4 ചോദ്യങ്ങൾ. അതോടെ ഈ പാർട്ട് കഴിയും. ഓക്കെ, നമുക്ക് നോക്കിയേക്കാം. ഡയലക്ട്രിക് എന്ന് പറഞ്ഞാൽ ആരാണ്? നോൺ കണ്ടക്ടേഴ്സ്. ചില നോൺ കണ്ടക്ടേഴ്സിനെ നോൺ മെറ്റാലിക് ആര് വേണമെങ്കിൽ ആയിട്ട്. ഇപ്പോൾ ഉദാഹരണം ഹൈഡ്രജൻ മോളിക്യൂൾ എടുക്കാം, H2. ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള 2 ആറ്റംസ് ചേർന്നാണ് ഒരു മോളിക്യൂൾ ഉണ്ടാകുന്നത്. ഇവരുടെ ഇതിൽ ഇലക്ട്രോൺസ് ഉണ്ട്, പ്രോട്ടോൺസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഇവിടെയും പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഇവരുടെ പോസിറ്റീവ് ചാർജുകളുടെ സെൻറ്ററും നെഗറ്റീവ് ചാർജുകളുടെ സെൻറ്ററും സെയിം ആണ്. സെൻറ്റർ ഓഫ് പോസിറ്റീവ് ചാർജ് കോയിൻസൈഡ്സ് വിത്ത് സെൻറ്റർ ഓഫ് നെഗറ്റീവ് ചാർജ്. മനസ്സിലായോ? സോ ദി മെറ്റീരിയൽസ് ഡസിൻറ്റ് അത്ര ഇത് നിർത്തുക. അടുത്ത് പറഞ്ഞാൽ അത് കൂടുതൽ മനസ്സിലാവുള്ളൂ. ദേ ആർ കോൾഡ് നോൺ പോളാർ. പോളാർ എന്ന് പറഞ്ഞാൽ പോളുകളില്ലാത്തത്, പൊളാരിറ്റി ഇല്ലാത്തത്, പോസിറ്റീവ് നെഗറ്റീവ് തരംതിരിവില്ലാത്തവരെ. പോസിറ്റീവ് നെഗറ്റീവ് ഒരുമിച്ച് ചേർന്നപ്പോൾ അവർക്ക് വ്യത്യാസങ്ങളില്ല. Same, there are some another material called non-polar material. The non-polar material. Example പറയുകയാണെങ്കിൽ say HCl. HCl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈഡ്രജൻ ആറ്റവും ക്ലോറിൻ കുറേ വലുതാണ്. ഒരു ഹൈഡ്രജൻ ആറ്റവും ഒരു ക്ലോറിൻ ആറ്റവും ഒരുമിച്ച് ചേർന്ന് HCl ഉണ്ടാകുന്നു. അതിൻ്റെ ഒരു അൺസിമെട്രി കാരണം സിമെട്രിക്കൽ അല്ല, ഒരാൾ വലുത് ഒരാൾ ചെറുതും. ഇവയുടെ പോസിറ്റീവ് ചാർജുകളും നെഗറ്റീവ് ചാർജുകളും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് 2 സ്ഥലങ്ങളിലായിരിക്കും. നെഗറ്റീവ് ചാർജിൻ്റെ കോൺസെൻട്രേഷനും പോസിറ്റീവ് ചാർജിൻ്റെ കോൺസെൻട്രേഷനും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നു. വ്യത്യാസങ്ങൾ വരുമ്പോൾ ഇവർക്കൊരു പൊളാരിറ്റി ഫോം ചെയ്യുന്നു. ദിസ് ഇസ് കോൾഡ് പോളാർ മെറ്റീരിയൽ. എക്സാമ്പിൾ HCl അല്ലെങ്കിൽ വാട്ടർ H2O. ദി സെൻറ്റർ ഓഫ് ദി പോസിറ്റീവ് ആൻഡ് സെൻറ്റർ ഓഫ് നെഗറ്റീവ് ഇസ് നോട്ട് കോയിൻസൈഡിങ്. ദേ ആർ കോൾഡ് പോളാർ മെറ്റീരിയൽസ്. If center of positive and center of negative is coinciding, they are called non-polar materials. Okay, non-polar, polarity ഇല്ലാത്തവരെ, ഏകോദര സഹോദരങ്ങളെ പോലെ പോസിറ്റീവും നെഗറ്റീവും കഴിയുന്നവരെ. ഇവിടെ പോസിറ്റീവുകൾ സ്ഥലത്ത് നെഗറ്റീവുകൾ വേറെ സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു. പൊളാരിറ്റി ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡിൽ ഇവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു നോക്കി വെക്കുക. ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ അടുത്ത് ഹൈഡ്രജൻ മോളിക്യൂളിനെ വെച്ച് കഴിഞ്ഞാൽ, ഹൈഡ്രജൻ മോളിക്യൂൾ വെച്ച് കഴിഞ്ഞാൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പോസിറ്റീവ് ചാർജ് വെച്ചാൽ നെഗറ്റീവ് ചാർജ് വെച്ചാൽ, ഞാനിവിടെ ഒരു പോസിറ്റീവ് ചാർജിനെ കൊണ്ടു വെച്ചിരിക്കുന്നു, ഒരു വലിയൊരു പോസിറ്റീവ് ചാർജിനെ കൊണ്ടു വെച്ചിരിക്കുന്നു. അതിൻ്റെ അടുത്തേക്ക് ഹൈഡ്രജൻ വന്നു. ഹൈഡ്രജനിലുള്ള നെഗറ്റീവുകൾ ഇയാൾ ഇങ്ങോട്ട് അട്രാക്റ്റഡ് ആക്കും, പോസിറ്റീവുകൾ റിപ്പൽഡ് ആക്കും. അങ്ങനെ വരുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും വേർതിരിയും. സോ ഇറ്റ് ഈസ് ഗെറ്റിംഗ് എ ചാർജ്. അതോടെ ഈ മെറ്റീരിയലിന് ഒരു ചാർജ് കിട്ടും. മനസ്സിലായോ? ഇപ്പോൾ ചോദ്യം ഇതാണ്, ഹൗ എ നോൺ പോളാർ മെറ്റീരിയൽ ബിഹേവ്സ് ഇൻ എ ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് വന്നാൽ ദി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്
one type of charge will be attracted towards the fields, other type will be repelled by the fields. As a result, the atom will get നെഗറ്റീവ് പോസിറ്റീവ് വേർതിരിഞ്ഞു, രണ്ട് ഗ്രൂപ്പായി. അതോടെ അവർക്ക് അടി തുടങ്ങി. അവിടെ they become polar. ചോദ്യം മനസ്സിലായില്ലേ? ഇനി ഫീൽഡിലെ പോളാർ മെറ്റീരിയൽസ് എങ്ങനെ ബിഹേവ് ചെയ്യും? ഓൾറെഡി അവർ പോളാർ അല്ലേ? അതെ. പോളാർ മെറ്റീരിയലിൽ പക്ഷേ ചെറിയ കുഴപ്പമുണ്ട്. പോളാർ മെറ്റീരിയലിൻ്റെ അകത്തിരിക്കുന്ന എല്ലാ മോളിക്യൂളിനും, സേ വാട്ടർ H2O, പാത്രത്തിരിക്കുന്ന വാട്ടർ മോളിക്യൂൾ, എല്ലാവർക്കും ചാർജ് ഉണ്ട്, എല്ലാവരും ഭയങ്കര എനർജറ്റിക് ആണ്. ബട്ട് നോർമലി ദേ വിൽ ദീസ് ചെറിയ ചെറിയ മാഗ്നറ്റ് പോലെ ആയിരിക്കും ഇത്ര അവർ. ആ മോളിക്യൂൾസ് മാഗ്നറ്റിക് മോളിക്യൂൾസാണ്, ചാർജുള്ള മോളിക്യൂൾസാണ്. അവരിങ്ങനെ ക്ലോസ്ഡ് ലൂപ്പുകളായിട്ട് പരസ്പരം ആകർഷിച്ച് അതിൻ്റെ അകത്തിരിപ്പാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ പാത്രത്തിന് പ്രോപ്പർട്ടികളില്ല. ബിക്കോസ് ഇൻഡിവിജ്വൽസ് തമ്മിൽ ഇൻട്രാക്ട് ചെയ്ത് ദേ ആർ ലൂസിങ് ദെയർ എനർജി. നോർമലി ദി പോളാർ മോളിക്യൂൾസ് വിൽ attract each other and makes closed loops so that they will not radiate energy, they will not give out the energy. ഇവരെ ഒരു സ്ട്രോങ് ഫീൽഡിൻ്റെ അടുത്ത് വന്നാൽ എല്ലാ അതിൻ്റെ അകത്തുള്ള ചാർജുകളും അലൈൻ ചെയ്യും, ഇങ്ങനെ നിരനിരയായിട്ട് നിൽക്കും. ഇവർ വട്ടം തിരിഞ്ഞിരിക്കുന്നവരൊക്കെ ഇതിന് നേർക്ക് തിരിയാൻ തുടങ്ങും. സോ ദി മെറ്റീരിയൽ ഇസ് ഗെറ്റിംഗ് എ സ്ട്രോങ് പൊളാരിറ്റി. മെറ്റീരിയൽ ഗെറ്റിംഗ് പൊളാരിറ്റി. നമ്മുടെ എങ്ങനെ നോക്കിയാൽ ഒരു മിലിറ്ററി ക്യാമ്പിൽ എല്ലാ പട്ടാളക്കാരും വെറുതെ ഇരുന്ന് വർത്താനം പറയുക ഒന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് വർത്താനം പറയുന്ന നേരം കളിയുമ്പോൾ അവരെ കമാൻഡർ വരുന്നോ, എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ചടപടാന്ന് എഴുന്നേറ്റ് വരികയായി നിന്നോ. സെയിം തിങ് മാഗ്നറ്റിസിലും ഇതേ സംഗീതം നടക്കുന്നുണ്ട്. അതവിടെ നമുക്ക് കാണാം. ഇപ്പോൾ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയോ? ആരാണ് പോളാർ, ആരാണ് ഇപ്പോൾ പഠിച്ചത്, ആരാണ് ഡയലക്ട്രിക്, 2 തരം ഡയലക്ട്രിക് ആയ പോളാർ ആര്, നോൺ പോളാർ ആര്, പോളാർ മെറ്റീരിയൽ ഇലക്ട്രിക് ഫീൽഡിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, നോൺ പോളാർ മെറ്റീരിയൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് പോളറൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. ഒരു വാചകമേ ഉള്ളൂ, അത് അധികം ഒന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷേ ഒരു വാചകരണം ബൈഹാർട്ട് പഠിക്കുക. ഒരു മെറ്റീരിയല്, ഒരു ഡയലക്ട്രിക് മെറ്റീരിയല് സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ ആ മെറ്റീരിയലിന് ഒരു ഇലക്ട്രിക് പ്രോപ്പർട്ടി കിട്ടുന്നു. ആണ് പണ്ട് നമ്മുടെ കവി പാടിയത്, മുല്ലപ്പൂമ്പടിയേറ്റും കിടക്കിനും കല്ലിനുമുണ്ട സൗരഭ്യം എന്ന് പറഞ്ഞ അതേ കേസ് തന്നെ. മുല്ലപ്പൂവ് ഒരു കല്ലുമ്മ വീണ കല്ലിനും മുല്ലപ്പൂവിൻ്റെ മണം കിട്ടുമെന്ന് പറഞ്ഞ പോലെ ഒരു ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റ് എങ്ങനെയല്ലേ, ഒരു മാഗ്നറ്റുമേ ഒരു മുട്ടുസൂചി വെച്ചാൽ മുട്ടുസൂചി ഒരു മാഗ്നറ്റ് ആകുന്നു. അതേപോലെ ഒരു ഇലക്ട്രിക്കൽ ഫീൽഡിലെ ഒരു ഡയലക്ട്രിക് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയലക്ട്രിക് വിൽ ഗെറ്റ് എ പൊളാരിറ്റി. Dielectric will get a, so when a dielectric is placed in a electric field, dielectric will get a polarity. This is called polarization. Polarization ആണ് പോളുകൾ ഉണ്ടാവുന്ന അർത്ഥം, ഡൈപോളായി മാറുന്നു അത്ര. This will act as a dipole. എത്ര പോളറൈസേഷൻ കിട്ടി? ഒറ്റ ചോദ്യമാണ്. ദി പോളറൈസേഷൻ പ്രൊപ്പോർഷണൽ ടു ദി ഇലക്ട്രിക് ഫീൽഡ്. പോളറൈസേഷൻ വെക്ടറാണ് പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിക് ഫീൽഡ്. അല്ലെങ്കിൽ പോളറൈസേഷൻ ഈക്വൽസ് എ കോൺസ്റ്റൻറ്റ്, ഇങ്ങനെ എഴുതും. ഇങ്ങനെ ഗാന്ന് എഴുതിയിട്ടൊരു വെട്ടിട, സൈ എന്ന് വായിക്കത്, സൈ ഇ. സോ ഒരു ഫോർമുല, ഇത് മാത്രമേ ചോദിക്കുള്ളൂ. What will be the polarization? When a dielectric is placed in a strong electric field, how much will be the polarization? Polarization equals psi times E. E is the electric field. Psi is a constant called susceptibility. It's a constant called susceptibility. Okay? എത്രത്തോളം അനുസരിക്കാനുള്ള കഴിവുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതൊക്കെ പിന്നെ പഠിക്കുക, ഇനി നേരമില്ല. സസെപ്റ്റബിലിറ്റി എന്ന് വിളിക്കുന്നു. അതോടെ അത് കഴിയുന്നു. നെക്സ്റ്റ് ഈസ് ദി കൺസെപ്റ്റ് ഓഫ് കപ്പാസിറ്റർ that we will see in the next class after a short break. Okay, thank you, bye bye.